വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് സ്കിൻ കെയർ. ഞാൻ പറയുന്നത് വേർഡുകളാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സ്കിന്നിന് ചെയ്യേണ്ടത്, എന്താണ് സ്കിൻ കെയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഒരു ബ്രാൻഡിനെയും അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡ് നിങ്ങൾ യൂസ് ചെയ്യണം, ഇന്ന ബ്രാൻഡ് നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് എന്ന് ഞാൻ പറയല്ല. ബട്ട് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റും പിന്നെ നല്ല നല്ല ബ്രാൻഡുകളുടെ പേര് ഞാൻ റെക്കമെൻഡ് ചെയ്യാം. അതിൽ നിന്ന് നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് മേടിച്ച് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാം ഗുഡ് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അതിന് ഞാൻ ഗ്യാരണ്ടി ആട്ടോ. കാരണം ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ്, ലൈക്ക് ഞാൻ എൻ്റെ സ്കിന്നിനെ പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതൊന്നും യൂസ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നല്ല. സാധാരണ അമ്മച്ചി പൊടിച്ച് തരുന്ന പയറുപൊടി, കടലമാവ്, ഇപ്പോഴും ഞാൻ അതിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യണം. പക്ഷേ ഫേസ് പാക്കായിട്ട് മാത്രം ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൽ നിന്ന് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഞാൻ ഡിസ്റ്റർബ് ചെയ്തു. എനിക്ക് കുറേ ആക്നെ വന്നു. അത് ഞാൻ പ്രതീക്ഷിക്കാത്ത അത്രയും, ലൈക്ക് ഈ ഒരു ഈ ചീക്കിൽ, ഫോർഹെഡിൽ ഭയങ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമേ, എനിക്ക് വേറെ എന്ത് വന്നാലും ഞാൻ സഹിക്കും. പക്ഷെ എനിക്ക് എൻ്റെ സ്കിന്നിലേക്ക് ഒരു അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം പോലും വരികയില്ല. അങ്ങനത്തെ ഒരു സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പേഴ്സണലി ഞാൻ അങ്ങനെ ഒരാളാണ്. അപ്പോൾ നമ്മൾ ഈ എല്ലാവരും റെക്കമെൻഡ് ചെയ്ത് അത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ള റിസൾട്ട് കിട്ടും, അത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 3 ദിവസത്തിനുള്ള റിസൾട്ട് കിട്ടും, അതൊക്കെ വെറുതെയാണ് കേസ്. ട്രസ്റ്റ് മീ, അങ്ങനെ ഒന്നുമില്ല. ഉണ്ടാകും, പക്ഷെ നമ്മളൊരു പ്രൊഡക്റ്റ് മേടിച്ച് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിനെ യൂസ് ചെയ്ത് ലൈക്ക് ഒരു 1 മന്ത് 2 മന്ത് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന റിസൾട്ട് നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് നല്ലൊരു സ്കിൻ ടൈപ്പ്, നമ്മുടെ സ്കിൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. സെക്കൻഡ്, നമ്മുടെ സ്കിന്നിന് ചേരുന്ന പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുക. സെക്കൻഡ്, നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു സ്കിൻ കെയർ റൂട്ടീൻ അത് ഉണ്ടായിരിക്കുക. അതിനെപ്പറ്റി കുറച്ച് വീഡിയോസ് അല്ലെങ്കിൽ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്കിന്ന് ലൈക്ക് എന്താ പറയുക, അയ്യോ വെളുത്തിട്ട് പാറ് എന്നൊന്നും അല്ല ഗൈസ്. നമ്മുടെ ഏത് കളറാണ്, അത് ബ്ലാക്ക് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും അൺഫെയർ ആണെങ്കിലും ഫെയർ ആണെങ്കിലും ലൈക്ക് ഇതെല്ലാം ഒരേ ഇത് തന്നെ കേട്ടോ. പക്ഷെ ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും നമ്മുടെ സ്കിന്നിനെ കുറച്ച് ബൂസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഉള്ള പ്രോബ്ലംസ് നമ്മൾ കുറച്ച് സൊല്യൂഷൻ മാറ്റിയെടുക്കുക. അല്ലെങ്കിൽ നീ വെളുത്തതാ, ഞാൻ കറുത്തതാ, നോ. അപ്പോൾ ഞാൻ എൻ്റെ സ്കിന്നിന് ലൈക്ക് ഈ ഒരു പിമ്പിൾസ് ഉണ്ട് കേട്ടോ, ലൈക്ക് ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു സ്കിൻ ഇതിലോട്ട് കൊണ്ടുവന്നത് ഞാൻ കുറേ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരെയും പോലെ എല്ലാവരും പറയുന്ന കുറേ പ്രൊഡക്റ്റ് ഞാൻ മേടിച്ച് വെറുതെ പൈസ കളഞ്ഞ് പിന്നെ നമ്മുടെ സ്കിന്നിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്ന അങ്ങനത്തെ ഒരാളായിരുന്നു. പിന്നെ ഞാൻ കറക്റ്റായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു. അതിന് ഞാൻ കുറേ വർഷം, ഐ തിങ്ക് ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള റിവ്യൂ ആണ്. അത് എത്രത്തോളം നിങ്ങളുടെ സ്കിന്നിന് എത്രത്തോളം ഇതാവും എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇത്. ലൈക്ക് ഈ 4 പ്രൊഡക്റ്റ് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ്, മോസ്റ്റ് ഫേവറേറ്റ് ആണ്. എൻ്റെ ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ ആണ്. ഈ പ്രൊഡക്റ്റുകൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അറൗണ്ട് 3 years ആയിട്ടുണ്ട്. സീരിയസ്ലി ഗൈസ്, ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫേസ് വാഷിന് ഞാൻ വേറൊരു ഫേസ് വാഷിലോട്ട് ഞാൻ ഇതുവരെയായിട്ടും പോയിട്ടില്ല. എൻ്റെ സ്കിന്നിൽ പിമ്പിൾസ് വരുമ്പോഴാണെങ്കിലും പിമ്പിൾസ് ഇല്ലാത്തപ്പോഴാണെങ്കിലും ഞാൻ പരീക്ഷിക്കാൻ പോയിട്ടില്ല. പല ആൾക്കാർ പല ഇതും പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്കിന്നിന് ഇത് യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ ഇതില്ലാണ്ട് പിന്നെ പറ്റില്ല. കുറച്ച് റേറ്റ് ഉണ്ട്, ലൈക്ക് 300 സംതിങ് ആണ്. പക്ഷെ നമ്മൾ മുടക്കുന്നതിന് ഇത് നമ്മുടെ സ്കിന്നിന് അടിപൊളിയായിട്ട് റിസൾട്ട് തരുന്നുണ്ട്. പിന്നെ മറ്റേ ഡെമോക്കോയുടെ തന്നെ സൺസ്ക്രീൻ, ഇതും അടിപൊളിയാണ്. ഇത് സെറം. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഇവിടുന്ന് ലൈക്ക് എൻ്റെ വർക്കിനായിട്ട് ഞാൻ സ്ഥലം മാറി ഞാൻ ചെന്നൈക്ക് പോയപ്പോഴും പിന്നെ
നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ആവും, നമ്മുടെ ഫുഡ് പാറ്റേൺ ചേഞ്ച് ആവും. അപ്പോൾ എനിക്ക് കുറേ പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു ഈ റീസെൻ്റ്ലി. അതിൽ നിന്ന് ഞാൻ വേറൊരു സെറം യൂസ് ചെയ്തു, പ്ലിക്സിൻ്റെ സെറം യൂസ് ചെയ്തു. ഇതിനെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്ലിക്സിൻ്റെ സെറം എനിക്ക് പൊമഗ്രാനൈറ്റിൻ്റെ സെറവും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, വേറെ ഒരു സെറവും കൂടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതുപോലെ റിവ്യൂ തന്നുകൊണ്ടാണ് ഞാൻ ആ 2 സെറവും മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സ്കിന്നിന് ആ ഒരു ഇതിൽ അവർ പറഞ്ഞു 2 വീക്കിനുള്ളിൽ നമുക്ക് റിസൾട്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ മേടിച്ചതാട്ടോ. പക്ഷേ എനിക്ക് ഒരു റിസൾട്ടും കിട്ടിയില്ല ഗൈസ്, ട്രസ്റ്റ് മീ ഗൈസ്, എനിക്ക് ഒരു റിസൾട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 2 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് അതിൽ അവരുടെ എങ്ങനെയാണോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മേടിച്ച് യൂസ് ചെയ്താണ് ഇത്. അതിനെ കമ്പയർ ചെയ്ത് ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആഴ്ചകൾ കൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടാൻ തുടങ്ങി. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്ത മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ ഇതാട്ടോ, വിനൂസിയ എന്ന് പറഞ്ഞ മോയ്സ്ചറൈസറാണ്. ഇതും എനിക്ക് അടിപൊളിയാണ്. എൻ്റെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസിറ്റീവാണ്, എക്സ്ട്രീം ഓയിലി സ്കിന്നാട്ടോ. എൻ്റെ സാധാ ഓയിലി സ്കിന്നല്ല, എൻ്റെ എക്സ്ട്രീം ലെവലായിട്ടുള്ളൊരു ഓയിലി സ്കിന്നാണ്. ഈ ഓയിലി സ്കിൻ ആർക്കെങ്കിലും ഓയിലി സ്കിൻ ടൈപ്പ് ആണെന്നാണെങ്കിൽ ഇത്രയും പ്രൊഡക്റ്റ് ഞാൻ കണ്ണും പൊട്ടി റെക്കമെൻഡ് ചെയ്യും. ഇത്രയും പ്രൊഡക്റ്റ് അത് ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമാക്കോയുടെ കേട്ടോ. ഡെർമാക്കോയുടെ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഇത്രയും വർഷമായിട്ട് യൂസ് ചെയ്തിട്ട് ഏറ്റവും നല്ല റിസൾട്ടും നമ്മുടെ ക്ലിയർ സ്കിന്നാകാനും സ്കിന്നിൻ്റെ ഡാമേജസിലും കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഇത് നൈറ്റ് ക്രീമാണ്. 2% കോജിക് ആസിഡിൻ്റെ നൈറ്റ് ക്രീം, സെറം, ഫേസ് വാഷ് ആൻഡ് മോയ്സ്ചറൈസർ. ഇത് ലൈക്ക് എന്താ പറയണേ, മോയ്സ്ചറൈസർ ഇല്ലെങ്കിലും ഞാൻ ജീവിക്കും, ഇതില്ലെങ്കിലും ഞാൻ ഓക്കെ ജീവിക്കും. ഇതില്ലാണ്ട് എനിക്കൊരു നിമിഷം ജീവിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ സ്കിന്നിനെ അത്രയും അടിപൊളിയാണ്. കാരണം എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവരും എന്നോട് ചോദിക്കും എന്താ സ്കിൻ കെയർ, അല്ലെ എന്താ ചെയ്യണേ, എങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ആരും ഒന്നും ചെയ്യല. എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നോട് ചോദിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എടി ഞാൻ ഇന്നതാണ് യൂസ് ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്തത്, ഞാൻ ഇന്ന പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും റിസൾട്ട് കിട്ടും. എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. പക്ഷെ ആരും ചെയ്യാറില്ല. പക്ഷെ വൺസ് നമ്മൾ ചെയ്ത് നമുക്കൊരു അത്യാവശ്യം നല്ല ഗുഡ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യും ഇല്ലേ. പിന്നെ പിമ്പിൾസ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്ക് പിമ്പിൾസിന് വേണ്ടിയിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് അടിപൊളിയാണ്. ഇതും അടിപൊളിയാണ്. ഇത് നമുക്ക് കിടക്കാൻ നേരത്ത് എവിടെയാണോ പിമ്പിൾസ് ഉള്ളത് അവിടെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പിന്നെ ഒരു കാര്യം റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പാച്ചസ്, പിമ്പിൾ പാച്ച്. എല്ലാവരും പറയുന്നു റിസൾട്ടൊന്നുമില്ല, ആർക്കും അങ്ങനെ റിസൾട്ടൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഞാൻ യൂസ് ചെയ്യുന്ന പിമ്പിൾ പാച്ച് ഡെഫിനറ്റ്ലി ഞാൻ കാണിച്ചു തരാം. അത് യൂസ് ചെയ്ത് നോക്കിക്കോ, അതും ഗുഡ്, അടിപൊളിയാണ്. കാരണം നമ്മുടെ പിമ്പിൾ പാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിമ്പിൾസിനെ ഭയങ്കരമായിട്ട് എന്നെ വലുതാക്കാനായിട്ട് അത് സമ്മതിക്കില്ല. നമ്മൾ ഒരു ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എടുക്കുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് അതൊന്ന് ചുങ്ങിയിട്ടുണ്ടാവും. അതും അടിപൊളിയാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ബോഡി വാഷ് ആൻഡ് ബ്രൈറ്റനിങ് ബോഡി ലോഷൻ